അസ്സലാമു അലൈക്കും. ഖിയാമത്ത് നാളിലെ ശഫാഅത്തിന്റെ ഇനങ്ങൾ. ശഫാഅത്ത് വിവിധ ഇനമുണ്ട്. 1. അതിലേറ്റവും പ്രധാനമായത് ശഫാഅത്തുൽ ഉളുമയാണ്. അത് മഅ്ശറയിൽ 50,000 വർഷം വിധിതീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി കാത്തിരുന്ന ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിങ്കൽ ശുപാർശ പറയുകയും വിചാരണക്കെടുക്കുകയും ചെയ്യുന്നതാണ്. ജനങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന ശുപാർശയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ലഭിക്കുന്നതാണ്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്തുതിക്കപ്പെട്ട സ്ഥാനമാണത്. മഖാമുൽ മഹ്മൂദ്. 2. സ്വർഗകവാടം തുറക്കാനുള്ള ശുപാർശയാണ്. സ്വർഗകവാടം ആദ്യമായി തുറക്കാൻ ആവശ്യപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സമുദായങ്ങളിൽ ആദ്യം പ്രവേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായവുമാണ്. 3. നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കപ്പെട്ട ആളുകളെ അതിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശുപാർശയാണ്. 4. നാലാമത്തെ ശഫാഅത്തിന്റെ ഇനം നരകത്തിൽ പ്രവേശിച്ച മുവഹിദുകളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശുപാർശയാണ്. 5. സ്വർഗത്തിലെത്തിയവരുടെ പദവി ഉയർത്താനുള്ള ശുപാർശയാണ്. ഈ അവസാനം പ്രസ്താവിച്ച മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും വിഭാഗത്തിൽപ്പെടുന്ന ശുപാർശകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതല്ല, മറിച്ച് നബിമാർ, മലക്കുകൾ, രക്തസാക്ഷികൾ, സ്വാലിഹീങ്ങൾ എന്നിവരും ഈ ശുപാർശ ചെയ്യുന്നതാണ്. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുപ്രധാന സ്ഥാനമുണ്ട്. 6. വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നവർക്ക് വേണ്ടിയുള്ള ശുപാർശ. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ ത്വാലിബിന് ശിക്ഷ ലഘൂകരിക്കാൻ വേണ്ടി അവിടുന്ന് ചെയ്യുന്ന ശുപാർശയാണ്. 8. അല്ലാഹു തന്റെ കാരുണ്യം കൊണ്ട് തൗഹീദിലായിക്കൊണ്ട് മരിച്ച ആളുകളെ നരകത്തിൽ നിന്ന് ആരുടെയും ശുപാർശയില്ലാതെ മോചിപ്പിക്കുന്നതാണ്. അവരുടെ എണ്ണം അല്ലാഹുവിനെ അറിയൂ. ഇവയെല്ലാമാണ് ഖിയാമത്ത് നാളിലെ പ്രധാനപ്പെട്ട ശഫാഅത്തിന്റെ ഇനങ്ങൾ.